ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെബ്ലിൻ്റെ കുറച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആയിട്ടാണ്. ഇത് മെബ്ലിൻ്റെ സെൻസേഷണൽ റേഞ്ചിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. നമുക്കിപ്പോൾ 2 ഷെയ്ഡാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 2 ഷെയ്ഡ് വന്നിട്ട് ഒരെണ്ണം ഗെറ്റ് അൺട്രസ്റ്റ് എന്നുള്ള ഷെയ്ഡും മറ്റേത് മെയ്ഡ് ഈസി എന്നുള്ള ഷെയ്ഡുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത്. ഇതൊരു നല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. കളർ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഒരുപാട് പല ഷെയ്ഡ്സ് വരുന്നുണ്ട് ഈ റേഞ്ചിൽ. ഫസ്റ്റ് വൺ വന്നിട്ട് NU07 ഗെറ്റ് അൺട്രസ്റ്റ് എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് ഈ ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഗെറ്റ് അൺട്രസ്റ്റ് മാനുഫാക്ചറിങ് ഡേറ്റും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു ഔട്ടർ പാക്കിംഗ് ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവറിൽ. അപ്പോൾ നിങ്ങളൊരു പ്ലാസ്റ്റിക് പാക്കിംഗ് ഉണ്ടാവും, പ്ലാസ്റ്റിക് ഔട്ടർ പാക്കിംഗ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാനപ്പോൾ ഈ ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിത് എക്സ്പയർ ആവുകയാണെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ ഭയങ്കര വാട്ടറി ആയിരിക്കും. ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡല്ല. കുറച്ച് തിക്കായിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ പുറത്ത് പാക്കിങ്ങിലൂടെ കാണുന്ന സെയിം കളർ തന്നെയാണ് ഉള്ളിലും ഉള്ളത്. ചില ലിപ്സ്റ്റിക്സൊക്കെ പുറത്ത് വേറെ കളറും ഉള്ളിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുത്ത് കഴിയുമ്പോൾ അതിൽ വേറെ കളറും ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. രണ്ടും സെയിം ഷെയ്ഡാണ് വരുന്നത്. കുറച്ച് ക്രീമി തിക്ക് കൺസിസ്റ്റൻസിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. നമുക്ക് ഒരുപാട് ആവശ്യമില്ല. അതാണ് ഞാൻ കുറച്ച് നമ്മൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് സ്വാച്ച് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കയ്യിൽ. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ കളറാണ്. ഞാനിത് നോർമൽ ക്യാമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ലിപ്സ്റ്റിക് കളർ കാണാൻ വേണ്ടിയിട്ട്. ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ കളർ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണൊരു കളറ്. ഇത് നമുക്ക് ഡസ്കി സ്കിന്നിന് കുറച്ച് വാഷ് ഔട്ട് ആവും. എൻ്റെ ഡസ്കി സ്കിന്നാണ്. അപ്പോൾ നിങ്ങളൊരു ഡാർക്ക് ലിപ്പ് ലൈനർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ലിപ്സ്റ്റിക് ആയാലും മതി. ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഉള്ളിലിടുക. അപ്പം നമ്മുടെ ലിപ്സിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതൊരിക്കലും ഡസ്കി സ്കിന്നുകാർക്ക് ചേരില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനൊരു കൈയുടെ ഉള്ളിലും കൂടെ സ്വാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട്. നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. നല്ല കുറച്ച് ഫേമസ് ഷെയ്ഡാണ് ഇവരുടെ ഈ റേഞ്ചിൽ 2 ഫേമസ് ഷെയ്ഡുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഗെറ്റ് അൺട്രസ്റ്റ് എന്നുള്ള ഷെയ്ഡ്. ഇപ്പോൾ ഇത് കറക്റ്റ് ഡ്രൈ ആയിട്ടില്ല. അതുകൊണ്ടാണ് സ്മഡ്ജ് ആവുന്നത്. കുറച്ച് കഴിഞ്ഞ് നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ സ്മഡ്ജ് ആവാതെ ഇരിക്കും. കുറേ നേരം ലാസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫെയ്ഡായി വരും. എന്നാൽ പോലും ചില ലിപ്സ്റ്റിക്സ് പോലെ അവിടെ ഇവിടെ അൺഈവൻ ആയിട്ട് നമ്മുടെ ലിപ്സിൽ ഉണ്ടാവില്ല. കുറച്ച് ഈവൻ ആയിട്ട് ലൈറ്റായി ഷെയ്ഡ് ലൈറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. മെയ്ഡ് ഈസി എന്നുള്ള ഷെയ്ഡാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് മെയ്ഡ് ഈസി. ഷെയ്ഡ് നമ്പർ 11 ആണ്. ഇതിനകത്തും ഇതുപോലെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലെ നിങ്ങൾ ആ ഔട്ടർ പാക്കിങ് പൊളിച്ച് കളയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഇതിലെ ലിപ്സ്റ്റിക്കിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക്ക് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പയറി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കളർ കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇത് സ്വാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വാണ്ടിൽ കാണുന്ന കളർ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കളർ കാണിച്ചു തരാം. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഡസ്കി സ്കിന്നുകാർക്കും ഫെയർ സ്കിന്നുകാർക്കും മീഡിയം സ്കിന്നുകാർക്കും എല്ലാവർക്കും പറ്റും. നമുക്ക് വേറെ ഡാർക്ക് ലിപ്പ് ലൈനർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ ഉണ്ടാവും. ഞാൻ സ്വാച്ച് ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ കളർ കാണിച്ചു തരാം. ഇതൊരു നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇപ്പോൾ ഈ 2 ഷെയ്ഡാണെങ്കിലും ഫെയർ സ്കിന്നുകാർക്ക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിരിക്കും. ഡസ്കി സ്കിന്നുകാർക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ടാണ് കാണുക. ഉള്ളിലും ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കളർ വരുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. മറ്റേത് കുറച്ചും കൂടി ഒരു മോവ് പിങ്ക് ഷെയ്ഡായിരുന്നു. പക്ഷേ 2 ഷെയ്ഡും ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡ്. ഇതിൽ ഈ റേഞ്ചിൽ ഒരുപാട് നല്ല ഷെയ്ഡുകളുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഷെയ്ഡേ ഉള്ളൂ. ആ 2 ഷെയ്ഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഔട്ടർ പാക്കിങ്ങിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വാണ്ടിലും.
അതായത് ഉള്ളിലെ ലിപ്സ്റ്റിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ പാക്കിങ്ങിലും ഉള്ളിൽ ലിപ്സ്റ്റിക്കിനും സെയിം കളറാണ്. ഇതാണ് ഷെയ്ഡ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മച്ച് പ്രൂഫ് ആവും. ഇനി ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ടെസ്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത ഷെയ്ഡ് സ്മച്ച് പ്രൂഫ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ലിപ്സ് ഒന്നും ഡ്രൈ ആക്കത്തില്ല. ചില ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അങ്ങനെ ഒരു പ്രശ്നം പൊതുവേ കാണാറുണ്ട്. പക്ഷേ ഇത് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലിപ്സ് ഒരിക്കലും ഡ്രൈ ആക്കുന്നില്ല. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഷെയ്ഡുകളാണ് രണ്ടും. അപ്പം ഇത് എല്ലാ ഷെയ്ഡ് ഏത് സ്കിൻ ടോണുള്ളവർക്കും നന്നായി സ്യൂട്ടാവും. ആ ഫസ്റ്റ് വൺ ഗെറ്റ് അൺട്രസ്റ്റ് എന്നുള്ള ഷെയ്ഡിനാണ് കുറച്ച് ഡസ്കി സ്കിന്നിന് വാഷ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് കാണിക്കാനാണ് ഞാൻ കുറച്ച് വാട്ടർ ജസ്റ്റ് പോർ ചെയ്ത് കാണിക്കുകയാണ്. നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ജസ്റ്റ് വാട്ടർ അതിൽ നിന്ന് നമ്മൾ ഒഴുകി ഇങ്ങനെ പോകും കേട്ടോ. കണ്ടോ, വാട്ടർ പ്രൂഫ് ടെസ്റ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാട്ടർ ജസ്റ്റ് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും അതിൻ്റെ മുകളിൽ കൂടെ. അതിനകത്തോട്ട് അബ്സോർബ് ആവത്തില്ല. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കാണിക്കുകയാണ്. ഇനി നമുക്കിതൊരു ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ക്ലോത്തിൻ്റെ പീസാണ്. അത് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒപ്പി കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ ജസ്റ്റ് അബ്സോർബ് ആവുന്നത് കാണാം. ലിപ്സ്റ്റിക്ക് അവിടെ തന്നെ റിമെയിൻ ചെയ്യും കേട്ടോ. അത് കാണിച്ചു തരാം. ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. കളറും അത് ആ വാട്ടർ പ്രൂഫിൻ്റെ ടെസ്റ്റ് കാണിക്കാനും പിന്നെ കളറും കാണാൻ പറ്റും. കണ്ടോ, വാട്ടർ പ്രൂഫാണ്. സൂം ചെയ്യുമ്പോഴും ഉള്ളിലൊന്നും വാട്ടർ കയറിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, സ്മച്ച് പ്രൂഫും ആയിട്ടുണ്ട്, വാട്ടർ പ്രൂഫും ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ, അതിൻ്റെ മുകളിലുള്ള വാട്ടർ നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷേ ലിപ്സ്റ്റിക്ക് സ്റ്റേ ചെയ്യുക തന്നെ ചെയ്യും. നല്ല വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ സ്മച്ച് പ്രൂഫും ആണ്. ഒരു 8 to 10 hours വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ അത് സ്മച്ച് പ്രൂഫ് ആവുന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം കുറേശ്ശെ പോയാലും വല്ലാത്ത ഒരു സ്മച്ച് പ്രൂഫ് അല്ല. എന്നാലും അത് കുറേശ്ശെ പോയാലും അത്യാവശ്യം നമ്മുടെ ലിപ്സിൽ ബാക്കി സ്റ്റെയിൻ ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഓഫറിൽ ഒരു 400 സംതിങ് 300 സംതിങ് അങ്ങനെ എന്തോ ആണ് വരിക. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ നൈക്ക, മിന്ത്ര അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഓഫർ പ്രൈസിൽ ലഭിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈ ലിപ്സ് ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റൊരു ഷെയ്ഡ് നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി ഷെയ്ഡും വാങ്ങുക. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.